Alhamdulillahi Rabbil Alamin. Wassalatu wassalamu ala sayyidil mursaleen wa ala alihi wa ashabihi ajma'in. In uridu illa al-islaha mastata'tu wa ma tawfiqi illa billahi alayhi tawakkaltu wa ilayhi unib. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. صدق الله مولانا العظيم. العلماء ورثة الأنبياء كما قال نبينا محمد رسول الله صلى الله عليه وسلم. വേദിയിലെ നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രമുഖ നേതാവായ ഉസ്താദ് അവറുകളെ, മറ്റു പണ്ഡിത മഹത്തുക്കളെ, പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, ശ്രോതാക്കളെ, നാട്ടുകാരെ, ആദർശ പ്രഭാഷണവും അതേ തുടർന്നുള്ള മുഖാമുഖവുമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക എന്നുള്ളതാണ് ഈ വിനീതനിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടി അർഹിക്കുന്ന ഒരു അമലായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അരീക്കോട് കാരിപ്പറമ്പ് എന്നുള്ള പരിപാടിയാണ് ആദർശ മുഖാമുഖവും സുന്നി സമ്മേളനവും. ഇൻഷാ അല്ലാഹ് ഇപ്പോ നമുക്ക് തിരിച്ചു വരും. അവിടെ ഇശാ ബാങ്കാണ്. എല്ലാവരും വളരെ ശ്രദ്ധയോട് കൂടി കേൾക്കുക. എട്ടായി പൊട്ടിയ വഹാബിസം, ശിർക്കും തൗഹീദിന്റെയും ഇടയിൽ കിടന്ന് നട്ടം തിരിയുന്ന വഹാബികൾ, നാട്ടിൽ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ, ഇസ്ലാമിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നടത്തുന്ന ഓരോ തട്ടിപ്പുകളും ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. മുഖാമുഖത്തിന് അവസരം, വഹാബികൾക്ക് സംശയം തീരുന്നതുവരെ തീർക്കാനുള്ള അവസരം ഉണ്ട് എന്ന് പ്രത്യേകം പണ്ഡിതന്മാർ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കോൺടാക്ട് ലിസ്റ്റുള്ളവരെയും മറ്റും അറിയിച്ചുകൊണ്ട് ക്ലാസ് റൂമിൽ എത്തിക്കുക. അതുപോലെ റേഡിയോയിലും ഒക്കെ കേൾക്കുന്നവരും ശ്രദ്ധിക്കുക. അരീക്കോടാണ് വഹാബികളുടെ കോട്ട എന്നറിയപ്പെടുന്ന അരീക്കോട്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ മറ്റൊരു പരിപാടി മറ്റന്നാൾ 25-ാം തീയതി അരീക്കോട് ഉഗ്രപുരത്തും SKSFന്റെ കീഴിൽ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതും തത്സമയം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഉണ്ടായിരിക്കും. സുന്നത്ത് ജമാഅത്ത് പറയാനും ആദർശ വ്യതിയാനങ്ങളുടെ പേര് നാട്ടിൽ നടക്കുന്ന എല്ലാ സംഘടനകളുടെ
നമുക്കെതിരെ ഇന്ന് പ്രഭാഷണം നടത്താൻ SKSSF പണ്ഡിതന്മാർ മാത്രമാണുള്ളത്. ഇൻഷാ അല്ലാഹ് 3 പള്ളിയിലെ ബാങ്ക് അവിടെ അടുത്ത് കേൾക്കുന്നുണ്ടെന്ന് അറിയാം. അത് അടുത്തടുത്തുള്ള പള്ളികളായതുകൊണ്ടാണ് കുറച്ച് സമയം അധികം. ഏതായാലും ഇപ്പൊ തിരിച്ചു വരും. നല്ല ക്ലിയറോട് കൂടി നമുക്ക് ലൈവ് എത്തിച്ചേരുന്ന ബഹുമാനപ്പെട്ട യൂനുസ് ഫൈലി ഒട്ടുപാറ അവർകളാണ്. അതുപോലെ ഇന്ന് രാത്രി ഇൻഷാ അല്ലാഹ് UAE സമയം 8:45 ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ അൻവരിയുടെ ബുശ്റാക്കുൽ യൗമിലെ പ്രഭാഷണമുണ്ട്. അതിലും സംശയം തീർക്കാൻ എല്ലാ വഹാബികളെയും ക്ലാസ് റൂമിലേക്ക് ക്ഷണിക്കുന്നു. ബാങ്ക് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട യൂനുസ് ഫൈലി റൈസാൻ ചെയ്തു വരണം എന്ന് പ്രത്യേകം അറിയിക്കുന്നു. മുസ്ലിം ഉസ്താദ് കണ്ടല്ലേ? ഓക്കെ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്ന ബാങ്ക് ശേഷം കഴിയാറായിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അങ്ങോട്ട് എത്തിക്കുക, അവിടെയും ഇവിടെയും തിരിഞ്ഞിരിക്കാതെ. സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഹഖ് മനസ്സിലാക്കാനും തിരിച്ചറിയാനും ഹഖിന്റെ വഴിയിലായി ജീവിക്കാനും സത്യപാതയിലായി മരിക്കുവാനുമുള്ള തൗഫീഖിന് ഇതൊരു കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തരുമാറാവട്ടെ. ഈ പരിപാടി ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലേക്കും സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം, സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിലുള്ള കേരള ഇസ്ലാമിക് ക്ലാസ് റൂം, അതിന്റെ പ്രവർത്തകന്മാർക്കും മറ്റുള്ള ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്റെ സഹോദരങ്ങളെ, ഇവിടെ പ്രധാനമായി നടക്കുന്നത് ചോദ്യോത്തരം. അപ്പൊ ചോദ്യോത്തരത്തിനുള്ള ആളുകൾക്ക് ആവശ്യമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരു മേശയും 2-3 സ്റ്റൂളും അവർക്ക് വേണ്ടിയാണ് സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചോദ്യകർത്താക്കളായിട്ടുള്ള ആളുകൾ, നമ്മുടെ മുജാഹിദിന്റെ തെറ്റിദ്ധരിച്ചുപോയ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുപോയ ആളുകൾ, അവർക്കൊക്കെ വളരെയധികം നേരത്തെ തന്നെ അവിടെ വന്നിരുന്ന് അവരുടെ സംശയങ്ങളാവട്ടെ, അതല്ലെങ്കിൽ അവരുടെ വിമർശനങ്ങളാവട്ടെ. ഇനിയിപ്പോ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല എന്നായിരിക്കും ചിലപ്പോൾ അവർ പറയാം. ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല, എന്നാ പിന്നെ നിങ്ങൾക്കുള്ള വിമർശനം ചോദിച്ചോളൂ. ഒരു കാര്യം ഉറപ്പാണ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയം പ്രതിനിധാനം ചെയ്യുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പഠിപ്പിക്കപ്പെടുന്ന ആശയത്തിൽ ഏതെടുത്ത് നിങ്ങൾ ചോദിച്ചാലും, ഏതെടുത്ത് ചോദിച്ചാലും അതിന് അള്ളാഹുവിന്റെ ദീനിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി ഇൻഷാ അല്ലാഹ് ഇവിടെ ലഭിക്കും. ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരുടെ സ്വതന്ത്രമായ സ്വന്തമായ ഗവേഷണങ്ങളുടെ മറുപടിയല്ല, മറിച്ച് ഈ പണ്ഡിതന്മാരൊക്കെ ഓതിപ്പഠിച്ച, അവരെ പഠിപ്പിച്ച, ആ പഠിപ്പിച്ചവരെ പഠിപ്പിച്ച അള്ളാഹുവിന്റെ ദീനിന്റെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ശരിയായ മറുപടികൾക്ക് നിങ്ങൾക്കുള്ള അവസരമാണ് എന്നാണ് ആദ്യമായിട്ട് എന്റെ പ്രസംഗത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന് വേണ്ടി ആദം അലൈഹിസ്സലാമിനെ ഇവിടെ പടച്ചു, നമ്മളിലേക്ക് പറഞ്ഞയച്ചു. ആ ശൃംഖല, പ്രവാചകത്വത്തിന്റെ ശൃംഖല നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാഹു തആല സമാപ്തം കുറിപ്പിച്ചു. ഹജ്ജത്തുൽ വദാഇൽ അഥവാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദഅവത്തിന്റെ സമാപന ഘട്ടത്തിൽ 23ാമത്തെ വയസ്സിൽ, 23ാമത്തെ വർഷത്തിൽ, 63ാമത്തെ വയസ്സിൽ ഹജ്ജത്തുൽ വദാഇൽ വെച്ചുകൊണ്ട് സൂറത്തുൽ മാഇദയുടെ 3ാമത്തെ ആയത്ത് അല്ലാഹു ഇറക്കി കൊടുത്തു. എന്താണ് ആ ആയത്ത്? നമുക്കേവർക്കും സുപരിചിതമായ ആയത്ത്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഈ ദിവസം നിങ്ങളുടെ മതം
നിങ്ങൾക്കു ഞാൻ പൂർത്തിയാക്കി തന്നു, നിങ്ങൾക്കു മാത്രമായി ഞാൻ പൂർത്തിയാക്കി തന്നു. എന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കു ഞാൻ സമ്പൂർത്തീകരിച്ചു തന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാമിനെ നിങ്ങൾക്ക് മാത്രമായി ഒരു വലിയ ദീനായിട്ട്, പാരത്രിക വിജയത്തിന്റെ വഴിത്താരയായിട്ട് ഞാൻ നിങ്ങൾക്കിതാ സമ്പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന അർത്ഥം കുറിക്കുന്ന ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്തു. ഈ ആയത്ത് കേട്ടപാടെ ജൂതന്മാർ പറഞ്ഞു, നിങ്ങളുടെ ഖുർആനിൽ വളരെ സന്തോഷകരമായ ഒരു മതത്തിന്റെ ഏറ്റവും സമ്പൂർണതയുടെ മേലറിയിക്കുന്ന ഒരു വാക്യം ഇറക്കുമ്പോൾ ഞങ്ങളുടെ മേലിലാണത് ഇറങ്ങിയതെങ്കിൽ ഞങ്ങൾ അതിറങ്ങിയ ദിവസത്തെ വലിയൊരു ആഘോഷ ദിനമായി, ഒരു പെരുന്നാളായിട്ട് ഞങ്ങൾ കൊണ്ടാടുമായിരുന്നേനെ എന്ന് ജൂതന്മാർ വരെ പ്രതികരിച്ച പ്രസ്തുത ആയത്ത്. അതിനെന്താ പറഞ്ഞത്? ദീൻ പൂർത്തിയാക്കി. എന്താണ് ദീൻ പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനവറുകളുടെ തഫ്സീറിൽ പറഞ്ഞു, അതിന്റെ അർത്ഥം അതോടുകൂടി ഇനി ഒരു പ്രവാചകൻ, ഒരു നബി ഇനി ഇവിടെ വരാനില്ല. പ്രവാചകത്വം അവസാനിച്ചിരിക്കുന്നു എന്നാണ് പ്രസ്തുത ആയത്തിന്റെ അർത്ഥം എന്ന് മഹാനായിരിക്കുന്ന അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വളരെ കൃത്യമായിട്ട് തന്നെ വിശദീകരിച്ചു. അതുപോലെ തന്നെ ഇമാം ബൈദാവി റളിയല്ലാഹു അൻഹു മറ്റൊരു മുഫസ്സിറാണ്. അള്ളാഹുവിന്റെ ആയത്തുകളുടെ ഉദ്ദേശ്യമെന്ന് വിശദീകരിക്കുന്ന ആളുകളെ പറ്റിയാണ് മുഫസ്സിരീങ്ങൾ എന്ന് പറയുക. ആ മുഫസ്സിരീങ്ങളുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനം വെച്ചുകൊണ്ടാണ് ആയത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോരുത്തർക്ക് തോന്നിയ മാതിരി വല്ല മലയാളത്തിലുള്ള ബുക്കും വായിച്ചിട്ട് ഏതെങ്കിലും പക്കാ മൗലവിമാര്, വിവരമില്ലാത്ത മൗലവിമാര് വല്ല കുറിപ്പ് നോക്കിയിട്ട് വായാടിത്തം വിളമ്പുന്ന മൗലവിമാര് എഴുതി വെച്ച ഏതെങ്കിലും പരിഭാഷകളുടെ മലയാളം നോക്കിയിട്ടല്ല ഖുർആനിന്റെ പൂർണ്ണമായ ആശയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ട പരിഭാഷകളൊക്കെ എന്ന് വെച്ചാൽ അതൊക്കെ ഒരു സൂചിക മാത്രമാണ്. ഖുർആനിന്റെ വിജ്ഞാനങ്ങളുടെ ലക്ഷോപലക്ഷങ്ങളിൽ ഒരു അരഭാഗം പോലും നിർവഹിക്കാൻ കഴിയാത്ത പരിഭാഷകൾ. ആ പരിഭാഷകൾ നമ്മളൊരു തലക്കെന്ന് മറ്റേ തലവരെ അങ്ങോട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ 1000 തെറ്റ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അപ്പൊ മുജാഹിദീങ്ങളെ പരിഭാഷകൾ കൊണ്ടുവരട്ടെ. ചെറിയ മുണ്ട് അബ്ദുൽ ഹമീദ് മദീനിയും അതുപോലെ തന്നെ കുഞ്ഞി മുഹമ്മദ് പറപ്പൂർ എഴുതിയ ആ പരിഭാഷകൾ വരട്ടെ, 1000 തെറ്റുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതുപോലെ തന്നെ മറ്റേ അമാനി മൗലവി എഴുതിയ ഖുർആൻ പരിഭാഷ ഉണ്ടല്ലോ, അവരുടെ ഏറ്റവും വലിയ ബൃഹത്തായ ഖുർആൻ പരിഭാഷ. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ ഖുർആൻ പരിഭാഷ, ആ പരിഭാഷ എടുത്ത് നോക്കട്ടെ, 1000കണക്കിന് തെറ്റുകൾ ഖുർആനിന്റെ അള്ളാഹുവിന്റെ വാക്യത്തിന് മലയാളത്തിൽ നൽകുന്ന അർത്ഥത്തിൽ വരുന്ന സ്ഖലിതങ്ങൾ, തെറ്റുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അപ്പൊ ഇങ്ങനെ തെറ്റുകളെ പൂരങ്ങൾ നിറഞ്ഞ പരിഭാഷകൾ വായിച്ചിട്ടല്ല എന്റെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീനിനെ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ ദീൻ ഇവിടെ പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ ഇമാം ബൈദാവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ദീനിന്റെ വിശ്വാസതലങ്ങൾ സമ്പൂർണമായി, അഖീദകൾ പൂർത്തിയായി. അതുപോലെ തന്നെ ദീനിന്റെ സൂചനകളിൽ നിന്ന് ഓരോരോ കാലഘട്ടത്തിലുമുണ്ടാകുന്ന കാര്യങ്ങളുടെ മതവിധികൾ പറയാൻ ആവശ്യമായ നിയമങ്ങൾ, മുജ്തഹിദുകളായ ഇമാമുമാർക്ക് ഗവേഷണം ചെയ്യാൻ ആവശ്യമായ നിയമങ്ങൾ പൂർത്തിയായി എന്നാണ് അതിന്റെ അർത്ഥം. വഖവാഇദുൽ ഇജ്തിഹാദി വഉസൂലുൽ ഇബാദാത്ത്, ഇബാദത്തിന്റെ മരടുകൾ അഥവാ മർമ്മപ്രധാനമായ ഇബാദത്തുകൾ. ഹജ്ജത്തുൽ വദാഅോടുകൂടി ഇസ്ലാം ദീനിന്റെ 5 കാര്യങ്ങളും പൂർണ്ണമായല്ലോ. ഇസ്ലാം ദീനിന്റെ 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചോദ്യത്തിന് എന്റെ സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, പറയുന്നത് നന്നായി മനസ്സിലാക്കണം. ഏതെങ്കിലും വല്ല പ്രസംഗങ്ങൾ അവിടുന്ന് ഇവിടുന്ന് കേട്ടിട്ട് ഈ പ്രസംഗം കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാഴ്ചയാണെങ്കിൽ നമുക്ക് കണ്ണടച്ചാൽ മതി, എന്നാ കാണാതെ നമുക്ക് നടന്നു പോകാം. അതേസമയത്ത് ഒരു ശബ്ദമാണെങ്കിൽ നമുക്കിങ്ങനെ ചെവിങ്ങനെ അടച്ചു പിടിക്കാൻ കഴിയില്ലല്ലോ. അടച്ചു പിടിച്ചാലും കുറച്ചൊക്കെ കേൾക്കും.
അപ്പൊ അതുകൊണ്ട് തന്നെ നിർബന്ധിതമായി കേൾപ്പിക്കപ്പെടുന്ന ഇമ്മാതിരി ബിദ്അത്തുകാരുടെ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ട് ആ പ്രസംഗങ്ങളിൽ അടങ്ങിയ വിഷവിത്തുകൾ മനസ്സിലാക്കാനുള്ള ആർജവം അതെന്റെ യുവാക്കൾ ആർജവത്തോടുകൂടി പ്രകടിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അല്ലാഹുവിന്റെ ദീനിനെ പൂർത്തിയാക്കിയെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചോദ്യം വരും. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടതല്ലേ പരിശുദ്ധ ദീൻ? അല്ലാഹുവിന്റെ ദീനിനെ ഇവിടെ നിലനിർത്തുവാൻ പിന്നെ എന്തു സംവിധാനമാണുള്ളത്? ഖാദിയാനികൾ ചോദിക്കാറുണ്ട്. ഖാദിയാനികൾ എന്ന് പറഞ്ഞാൽ ആരാ? ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കൂട്ടരല്ലേ ഖാദിയാനികൾ? അവർ മുസ്ലിമീങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കാറില്ലല്ലോ. ഖാദിയാനികളുടെ പള്ളിയിൽ പോയിട്ട് അവരുടെ ജമാഅത്തിൽ നമ്മളെങ്ങാനും തുടർന്നു പോയാൽ നമ്മൾ നിസ്കാരം സ്വഹീഹല്ല, ബാത്തിലാണ്, ഹറാമാണ് അങ്ങനെ തുടരൽ, അവരോട് തുടരൽ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കാഫിരീങ്ങളാണ്. എന്താണ് അവർ കാഫിരീങ്ങളാവാൻ കാരണം? സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ റിജാലികും വലാകിൻ റസൂലുള്ളാഹി വ ഖാതമൻ നബിയ്യീൻ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പുരുഷന്റെയും പിതാവായിട്ടില്ല. പിന്നെന്താണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകത എന്താണ്? വലാകിൻ റസൂലുള്ളാഹി വ ഖാതമൻ നബിയ്യീൻ. സകലമാന പ്രവാചകന്മാർക്കും അവസാനം കുറിച്ചുകൊണ്ട് കടന്നു വന്ന അന്ത്യപ്രവാചകനാണ്. അന്ത്യപ്രവാചകത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുതുകിൽ പുറംചട്ടയിൽ അന്ത്യപ്രവാചകത്വം കുറിക്കുന്ന ഖത്മുൻ നുബുവത്തിന്റെ മേലറിയിക്കുന്ന ഒരു പ്രത്യേകമായ മാംസപിണ്ഡം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരുന്നു എന്നാണ് സ്വഹീഹുൽ ബുഖാരിയിൽ ഒരുപാട് ഹദീസുകളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. ആ മാംസപിണ്ഡം ചെറുതായിട്ടും വലുതായിട്ടും സങ്കോചിച്ചിട്ടും വികസിച്ചിട്ടും ഇരിക്കുമായിരുന്നു അത്രേ. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശാരീരികമായ പ്രത്യേകതകൾ, എന്നെന്നും നിലനിൽക്കുന്ന പ്രത്യേകതകൾ, ആ പ്രത്യേകതകൾ എന്ന് പറയുന്നത് അത് അസ്തമിക്കാത്ത പ്രത്യേകതകളാണ്. അങ്ങനെയുള്ള പ്രവാചകന്റെ ഖത്മുൻ നുബുവത്തിനെ നിഷേധിക്കുക വഴി, അതിനെ തള്ളിപ്പറയുക വഴി കാഫിറായി പോയ സാക്ഷാൽ ഖാദിയാനികളുടെ പള്ളിയിൽ പോയിട്ട് അവരുടെ ജമാഅത്തിൽ നമ്മളെങ്ങാനും തുടർന്നു പോയാൽ നിസ്കാരം ബാത്തിലാവും, ആ നിസ്കാരം ശരിയാവൂല. അപ്പൊ അവര് ചോദിക്കാറുണ്ട്, അവരുടെ ഒരു ചോദ്യമുണ്ട് ഖാദിയാനികളുടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? എന്റെ സൗണ്ട് ഉണ്ടല്ലോ. ലൈവ് ടി വി പൈസ പുറത്തു പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ ബോൺസ് ചെയ്താണല്ലേ. ഇൻഷാ അല്ലാഹ് ലൈവില് ടീം പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അരീക്കോട് നിന്നുള്ള ലൈവ് യൂനുസ് ഫൈസി ഓൺലൈനിൽ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ മൈക്ക് സൗണ്ട് ഇല്ലാതിരിക്കുമ്പോൾ ഓരോ ശ്രോതാക്കൾക്ക് ബുദ്ധിമുട്ട് വരും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ മൈക്ക് എടുത്തത്. ഇൻഷാ അല്ലാഹ് ലൈവ് ടീം വീണ്ടും ഓൺലൈനിൽ വന്നിട്ടുണ്ട്. അല്പസമയത്തിന് അവർ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം മുൻപുള്ള പ്രസംഗം ഞാൻ കേട്ടിരുന്നു. ഞാൻ പുറത്തായതുകൊണ്ട് എനിക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മണിക്കൂർ സംസാരിച്ചു. ഞാൻ സംസാരിക്കുമ്പോ തന്നെ പറഞ്ഞു, മോനെ ക്ലിപ്പാക്കരുതട്ടോ എന്ന് പറഞ്ഞു. കാരണം ക്ലിപ്പാക്കിയാൽ അവിടുന്ന് ഇവിടുന്ന് ക്ലിപ്പ് മുറിച്ചിട്ട് പിന്നെ അവർ ഇടും. അപ്പൊ അവൻ പറഞ്ഞു ക്ലിപ്പൊന്നും ആക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ അവനിങ്ങനെ പറയാൻ ഓരോ വിഷയങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറയാ, നിസ്കാരത്തിൽ കൈകെട്ടേണ്ടത് എവിടെയാണ്? നിസ്കാരത്തിൽ കൈകെട്ടേണ്ടത് നെഞ്ചുമ്മലാണ്. അപ്പൊ നെഞ്ചുമ്മലാണെന്ന് നീക്കൾ ഏതാ നിന്റെ തെളിവ്?
അപ്പോ ഒന്നൊരു ഹദീസ് പറയാണ്. ഞാൻ പറഞ്ഞു ആ ഹദീസിന് നീ വെച്ച അർത്ഥമാണ് നൽകേണ്ടത് എന്നതിന്റെ അതിന്റെ അറബി ഭാഷാ നിയമം എന്താണ്, അതിന്റെ ഉസൂൽ എന്താണ്, ആ ഹദീസിനെ വ്യാഖ്യാനിക്കാൻ നിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്. നീ നേരം വൾക്ക് പേരാ നടന്നിട്ട് വൈകുന്നേരം ആകുമ്പോ നിന്റെ ശയന റൂമിൽ കടന്നുറങ്ങുന്നു എന്നല്ലാതെ എന്താണ് നിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ? ഒരു ക്വാളിഫിക്കേഷനും ഇല്ല. അറബി അറിയില്ല, മലയാളം അറിയില്ല, ഒരു ഭാഷ അറിയില്ല. മേപ്പോട്ട് നോക്കിയാൽ ആകാശം, കീഴ്പോട്ട് നോക്കിയാൽ ഭൂമി എന്നതിൽ കവിഞ്ഞ, നേരത്തിന് അന്നം തിന്നണമെന്നുള്ള വിചാരമല്ലാതെ മറ്റൊന്നും പഠിക്കാത്ത ഇവരൊക്കെയാണ് ഇപ്പൊ വലിയ വലിയ ഷാഫിമാമിനൊക്കെ വെല്ലുന്ന മഹാപണ്ഡിതന്മാര്. ഷാഫിമാമിനെ വെല്ലുന്ന മഹാപണ്ഡിതന്മാർ നിങ്ങൾ ആലോചിച്ചു നോക്കണം. ആരാണ് ഇവിടെ ദീനിന്റെ കാവൽക്കാരായി, ദീനിന്റെ വിശദീകരണക്കാരായി? ദീൻ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനാണ്. ദീൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയാണ്. ഈ വിശുദ്ധ ഖുർആനെയും തിരുചര്യയെയും നമുക്ക് വിശദീകരിച്ചു തരിക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഉലമാക്കൾക്കുള്ളത്. ഇസ്ലാമിന്റെ ഉലമാക്കളിൽ ഒന്നാമത്തെ കണ്ണികളാരാണ്? ഒരുപക്ഷെ നിങ്ങളോട് സംസാരിക്കുന്ന ഈ പ്രഭാഷകനായ എന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ ദീനിന്റെ വലിയൊരു ആലിമാണ് എന്ന പട്ടൊന്നും എനിക്ക് നൽകണ്ട. നമ്മളെ നാട്ടു നടപ്പ് പ്രകാരം 5-8 വർഷം കിതാബ് ഓതി കുറച്ചൊക്കെ അറബി അവിടെ ഇവിടെയൊക്കെ വായിക്കാനും പ്രസംഗിക്കാനും ഓതിക്കൊടുക്കാനൊക്കെ പഠിച്ചു എന്നല്ലാതെ ഷാഫി ഇമാമിനെ അപേക്ഷിച്ച്, അബൂ ഹനീഫ ഇമാമിനെ അപേക്ഷിച്ച്, ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിനെ അപേക്ഷിച്ച്, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ അപേക്ഷിച്ച് ഇങ്ങനെയുള്ള ഉജ്ജ്വലരായ മഹാപണ്ഡിതന്മാർ ജീവിതത്തിന്റെ സായം സന്ധ്യ വരെ, ജന്മം മുതൽ മരണം വരെ അല്ലാഹുവിന്റെ ദീനിന്റെ വിശദീകരണത്തിന് വേണ്ടി മാത്രം ജീവിതം പൊളിഞ്ഞു വെച്ച മഹാരഥന്മാർ. അവരെ അപേക്ഷിച്ച് നമ്മളൊന്നും ഒന്നുമല്ല. മുടക്കാ ചരക്കുകളാണ്. എന്റെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇസ്ലാമിന്റെ ഉലമാക്കളെ ഒന്നാമത്തെ കണ്ണിയാരാണ്? ഒന്നാമത്തെ കണ്ണിയാണ് സ്വഹാബിമാർ. അതല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അസ്ഹാബി അസ്ഹാബി കന്നജൂം ഫമൻ ഇഹ്തദൈതും ഫമൻ ഇഹ്തദൈതും ഇഹ്തദൈതും. നിങ്ങൾക്ക് നന്നാവണോ ഉമ്മത്തീങ്ങളെ, നിങ്ങൾക്ക് നന്നാവണോ? എന്നാൽ എന്റെ മുഖദർശനത്തിലൂടെ ഹൃദയത്തിന്റെ വെളിച്ചം, ഹിദായത്തിന്റെ വെളിച്ചം ഹൃദയത്തിലങ്കുരിച്ച ആ സഹാബിമാരെ നിങ്ങൾ പിൻപറ്റിക്കൊള്ളുക. സുഹാബി കന്നുജൂം, അവർ നക്ഷത്രതുല്യരാണ്. അവരിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾ സ്വർഗാവകാശികളാണെന്ന് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ കൊഞ്ഞനം കാട്ടുന്ന ഏർപ്പാടുകാരുണ്ടല്ലോ, മുജാഹിദുകളും ജമാഅത്തുകാരും. അവരിപ്പോ വലിയൊരു മന്ത്രം ഉന്നയിക്കാറുണ്ട്, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം. ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രാർത്ഥന അല്ലാഹുവിനോട് തന്നെ. ഇതിലാർക്കാ ഇവിടെ തർക്കമുള്ളത്? നിങ്ങൾ നോക്കൂ, സിഫീൻ യുദ്ധം എന്ന് പറഞ്ഞാൽ 4ാമത്തെ ഖലീഫ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവും തമ്മിൽ നടന്നൊരു യുദ്ധമാണ്. അവരുടെ നേതൃത്വത്തിൽ തമ്മിൽ നടന്നൊരു യുദ്ധമാണ്. ആ യുദ്ധത്തിനൊടുവിൽ ചില തൽപര കക്ഷികളിൽ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചു. എന്തായിരുന്നു ആ മുദ്രാവാക്യം? വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തിന്റെ ശകലം ഉദ്ധരിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം, ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ്. പ്രിയങ്കരനായ മുസ്തഫ അഷ്റഫി ഉസ്താദ് സ്റ്റേജിലേക്ക് കയറി വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ്. ഇവിടെ വിധി പറയാൻ അല്ലാഹുക്ക് മാത്രമേ അധികാരമുള്ളൂ. വിധി പറയാൻ അല്ലാഹുക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന് ഖുർആനിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് രഞ്ജിപ്പിന് വേണ്ടി വിധികർത്താക്കളെ നിശ്ചയിച്ച അലിയാർ തങ്ങളുടെയും മുആവിയയുടെയും നടപടി തെറ്റാണ്, ഖുർആനിനെതിരാണ്. ഇത് കേട്ടപ്പോൾ ഈ വാക്യം ഉന്നയിച്ചുകൊണ്ടവര് മുദ്രാവാക്യം വിളിച്ചപ്പോൾ അത് കേട്ടുകൊണ്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കലിമത്തു ഹഖ്ഖിൻ, ആ പറഞ്ഞ വാക്ക് സത്യമാണ്, പക്ഷേ ഉരീദ ബിഹൽ ബാത്തിൽ, അതുകൊണ്ട് ഇവർ ഉദ്ദേശിച്ചത് കുഴപ്പമാണ്.
അവരെ പറഞ്ഞ വാക്കിന്റെ ആ വാക്കിൽ പറയപ്പെട്ട ഉദ്ദേശ്യമല്ല ഇവരുടെ മനസ്സിലുള്ളത് എന്നതുപോലെ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനയല്ലാത്തതിന് പ്രാർത്ഥനയാക്കിയിട്ട് പ്രാർത്ഥനയുടെ നിയമങ്ങൾ പ്രാർത്ഥനയല്ലാത്തതിന് കൊടുക്കുക എന്നുള്ള ആദിനെ പിടിച്ച് പട്ടിയാക്കിയിട്ട് പട്ടിയെ പിടിച്ച് പേപ്പറ്റിയാക്കിയിട്ട് പാവപ്പെട്ട ആടിനെ തച്ചു കൊല്ലുന്ന ഏർപ്പാടാണ് കേരളത്തിലുള്ള മുജാഹിദുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് മുജാഹിദാവട്ടെ, ജിന്ന് കൂടിയ ജിന്ന് ബാധിച്ചിട്ട് ജിന്നിളകി പറയുന്ന മുജാഹിദാവട്ടെ, ആ ഇളകുന്ന ജിന്നിനെ അടിച്ചിറക്കി കൊണ്ടുപോകുന്ന മറ്റേ മുജാഹിദാവട്ടെ, അതിന്റെ പേരില് കുഫറിന്റെയും ശിർക്കിന്റെയും ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കാഫിറെ മുശ്രിക്കേ കാഫിറെ മുശ്രിക്കേ എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏത് മുജാഹിദാവട്ടെ. എന്താ ഞാനങ്ങനെ പറയാം? കാരണം മുജാഹിദ്, ഞാനങ്ങനെ പറയാനുള്ള കാരണം എന്താ ചോദിക്കാം. എന്താ ഇപ്പൊ മുസ്ലിയാർ ഇങ്ങനെ പ്രസംഗിച്ചത്? മുജാഹിദീങ്ങൾ തമ്മിൽ ഇപ്പൊ കാഫിറാക്കുന്നുണ്ട്. ഇക്കാലമത്രയും ലോക മുസ്ലിമീങ്ങളെ കാഫിറാക്കിയവര് ഇപ്പൊ സ്വന്തം മാനും ബാപ്പാനെയും കാഫിറാക്കുക അല്ലേ? ചങ്ങലേരിയിലുള്ള ഹംസബാക്കവിന്റെ മകനെ, ചങ്ങലേരിയിലുള്ള ഹംസബാക്കവിണ്ടല്ലോ, ചങ്ങലേരിയിലുള്ള ഹംസ ബാക്കഫി ബാക്കവി ഹംസ ബാക്കവിയുടെ മകനാണ് ഷാഫി ചങ്ങലേരി. രണ്ടാളും മുജാഹിദീങ്ങളാണ്. ഷാഫി ചങ്ങലേരിയുടെ ഒരു പുസ്തകം ഈ മേശപ്പുറത്ത് ഇരിക്കുന്നുണ്ട്, ഞാൻ ഇന്നലെ വാങ്ങിയതാ. ആ ഷാഫി ചങ്ങലേരി ജിന്ന് വിഭാഗം മുജാഹിദാണ്. അതുകൊണ്ട് തന്നെ അവൻ കാഫിറാണ് എന്നാണ് വാപ്പ പറയുന്നത്. ആരാ വാപ്പ? ഹംസ ബാക്കവി പറയുന്നത്. ഹംസ ബാക്കവി കാഫിറാണ് എന്നാണ് ആര് പറയുന്നത്? ചങ്ങലേരിക്കാരൻ ഷാഫി പറയുന്നത്. പിന്നെ ആരോഗ്യ കൂട്ടത്തിൽ മുസ്ലിമായിട്ടുള്ളത്? ഈ ദുനിയാവിന് ഈ ഭൂമിയുടെ പുറത്ത് അല്ലാഹുവിന്റെ ദീനിന്റെ മുദ്രാവാക്യമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് പൂർണ്ണ മുസ്ലിങ്ങളായി ജീവിക്കുന്ന ഒരേ ഒരു വിഭാഗമാണ് സത്യദീനിന്റെ അനുയായികളായ മുസ്ലിങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വിഭാഗമാണുള്ളത്. ബാക്കിയുള്ള എല്ലാ ക്രിസ്ത്യാനികളെടുത്ത് നോക്കിയാലും ജൂതന്മാരെടുത്ത് നോക്കിയാലും പാഴ്സികളെടുത്ത് നോക്കിയാലും മറ്റു വിഭാഗക്കാരെടുത്ത് നോക്കിയാലും ജൈനക്കാരെടുത്ത് നോക്കിയാലും ബുദ്ധക്കാരെടുത്ത് നോക്കിയാലും എല്ലാ കക്ഷികളും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാണ്. നമ്മളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നമ്മുടെ അനുയായികള്. നമ്മൾ സാധാരണ പറയാറില്ലേ, ബദറിൽ കേട്ടൊരു മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉഹദിൽ കേട്ടൊരു മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സാധാരണ മുജാഹിദീങ്ങൾ വല്ലാതെ പറയാറില്ല. എന്തിനാ പേര് മുഹമ്മദുർ റസൂലുള്ളാഹ്? അത് 23 കൊല്ലം കൊണ്ട് തീർന്നില്ലേന്ന. 23 കൊല്ലം കൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള മുദ്രാവാക്യത്തിന്റെ പ്രസക്തി അസ്തമിച്ചില്ലേ? ഇനി നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം മതി എന്ന് പറയുന്ന ഒരു തരം ധിക്കാരികളായി മാറിയിരിക്കുകയാണ് മുജാഹിദുകൾ. ഇങ്ങനെയുള്ള മുജാഹിദുകള്, ആ മുജാഹിദുകളുടെ വാപ്പ പറയുന്നു ഷാഫി നരകത്തിലാണ്, ഷാഫി പറയുന്നു വാപ്പ നരകത്തിലാണ്. പിന്നെ ആരോടുകളെ കൂട്ടത്തിൽ സ്വർഗത്തിലുള്ളത്? ചോദിക്കാം. മാന്യമായ ചോദ്യം, വ്യക്തമായ മറുപടി, സ്പഷ്ടമായ നിവാരണം. അതിനിതാ നമ്മുടെ മേശ തയ്യാറാക്കിയിരിക്കുന്നു. FM മൈക്ക തയ്യാറായി നിൽക്കുന്നു. കസേരകൾ സ്റ്റൂൾ മാറ്റിയിട്ട് കസേരയാക്കിയിരിക്കുന്നു. അപ്പൊ എന്താ, കൂടുതൽ സൗകര്യപ്പെടുത്തിയിരിക്കുകയാണ്, കൂടുതൽ ആദരവ് നൽകിയിരിക്കുകയാണ്. ഇവിടെ വരുന്ന ചോദ്യകർത്താക്കൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, അവർക്ക് നാം നൽകുന്നത് ആദരവാണ്, അവർക്ക് നാം നൽകുന്നത് ബഹുമാനമാണ്, അവർക്ക് നാം നൽകുന്നത് സ്നേഹമാണ്, അവരുടെ സംശയത്തിന്റെ വിത്തറുക്കുവാനുള്ള വിജ്ഞാനത്തിന്റെ നിവാരണമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുജാഹിദുകളെ, നിങ്ങൾ അങ്ങനെ പറയുള്ളൂ. നിങ്ങളമാതിരി ഖുറാഫിയാളെ, കുബൂരിയാളെ, ചത്തോലെ, പുഴുക്കളെ, എന്തൊക്കെയാണ് ഇവിടെ നാവിൽ നിന്ന് മലയാള ഭാഷ പോലും ലജ്ജിച്ചു പോകുന്ന, മലയാള ഭാഷ പോലും ഭൂമിയിലേക്ക് തരതായിട്ട് നിൽക്കുന്ന അറുവസ്ലൻ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ കൂലിപ്രഭാഷകരുടെ പ്രസംഗങ്ങളെ കൊണ്ട് വലിമസമായ കേരളത്തിന്റെ കവലകൾ, ആ കേരളത്തിന്റെ കവലകളെ ശുദ്ധീകരിക്കുവാനുള്ള പ്രക്രിയയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ഏറ്റെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഉലമാക്കള് സ്വഹാബിമാരല്ലേ? എന്താണ് സ്വഹാബിമാര് പ്രാർത്ഥനയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് മനസ്സിലാക്കിയതെന്താണ്? ത്വലബുൽ അബ്ദി മിർ റബ്ബിഹി ഹവായിജഹു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ,
നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ഈ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുന്നത് മുഹിയുദ്ദീൻ ശൈഖിനോടുള്ള പ്രാർത്ഥനയല്ലേ? ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിനോടുകൂടെ വേറൊരാളോടും പ്രാർത്ഥിക്കരുതെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ എന്നൊരു മുജാഹിദുകാരൻ നിങ്ങളോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക, ഓ മുജാഹിദേ, നീ ആടിനെ പിടിച്ച് പട്ടിയാക്കല്ല കേട്ടോ, പട്ടിയെ പേപ്പറ്റിയാക്കല്ലേ. പേപ്പറ്റിയാക്കിയിട്ട് പാവപ്പെട്ട ആടിനെ തച്ചുകൊല്ലുന്ന ദുരവസ്ഥ നിനക്കുണ്ടാവാൻ പാടില്ല. എന്താണ് സ്വഹാബത്ത് മനസ്സിലാക്കിയ പ്രാർത്ഥന അല്ലെങ്കിൽ ദുആ? ഇന്നിവിടെ പരിപാടിയുടെ സമാരംഭത്തിൽ നമ്മുടെ ഉസ്താദുമാരിൽപ്പെട്ട ഏതോ ഒരു ഉസ്താദ് ഇവിടെ ദുആർക്കുന്നത് കേട്ടു. ഞാൻ ആ സന്ദർഭത്തിൽ ഇവിടെ സ്റ്റേജിലേക്ക് കയറിയിട്ടില്ല. നിങ്ങളുടെ ആമീൻ പറയുന്നത് കേട്ടു. ഇതിനെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ട്, ദുആർക്കാണ് മോലിയേര്, ദുആർക്കാണ് നാട്ടേര് എന്ന് പറയാറുണ്ട്. എന്താണ് ഈ ദുആർക്ക എന്ന് പറഞ്ഞാൽ? എന്താണത്? അതേ സമയത്ത് കുത്തുബിയത്ത് ചെല്ലുമ്പോ യാ ഗൗസു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, മുഹിയുദ്ദീൻ ശൈഖിനോട് ദുആർക്കാൻ നമ്മൾ ആരെങ്കിലും പറയാറുണ്ട്? പറയാറില്ല. ഇവിടുത്തെ നാടന്മാർക്ക്, ഇവിടുത്തെ നാട്ടുകാർക്ക്, ഇവിടുത്തെ സാധാരണക്കാർക്ക്, ഇവിടുത്തെ ചെറിയ കുട്ടികൾക്ക് പോലും തമ്മിലുള്ള വ്യത്യാസം അറിയാം. എന്താണ് ദുആ അല്ലെങ്കിൽ എന്താണ് പ്രാർത്ഥന? അദ്ദുആഉ ത്വലബുൽ അബ്ദി ലിറബ്ബിഹി ഹവായിജഹു. സംശയമുള്ള ആളുകൾക്ക് ചോദിക്കാം, ഇപ്പൊ ഈ പറഞ്ഞ നിർവചനം ഇതെവിടെ, ഏത് കിതാബിലാ പറഞ്ഞത് എന്നുള്ളത് ചോദിക്കാം. കൃത്യമായ കിതാബുകളുടെ അകമ്പടിയോടുകൂടിയുള്ള മറുപടിയാണ് ഇവിടെ ഉണ്ടാവുക. റബ്ബിനോട് ചോദിക്കുന്ന അപേക്ഷയാണ് പ്രാർത്ഥന. നിങ്ങൾ നോക്കൂ, കുത്തുബിയത്തിന്റെ തുടക്കം എങ്ങനെയാ, കുത്തുബിയത്തിന്റെ ഒടുക്കം എങ്ങനെയാണ്? കുത്തുബിയത്തിന്റെ തുടക്കത്തിൽ പറയുന്നു, എന്താ പറയുന്നത്? ഇന്നബ്തഅത്ത് വാറത്തുൽ അർഹാമി വബ്തഅദത്ത് അന്നാ ഫഅസ്റഉ ശൈഇൻ വാറത്തുല്ലാഹി യാ വാറത്തുല്ലാഹി ഹുസ്സിസ് സൈറ മുസ്രിഅതൻ ഫീ ഹല്ലി ഉഖ്ബതിനാ യാ വാറത്തുല്ലാഹി. സകലമാന സഹായങ്ങളുടെ ഹസ്തങ്ങളും മുറിഞ്ഞു പോകുന്ന ഘട്ടത്തിൽ റബ്ബേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങളെ നീ രക്ഷിക്കണേ റബ്ബേ. അതാണ് കാരണം അത് റബ്ബിനോടാണ്, അത് റബ്ബിനോടാണ്. കുറച്ചാണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയും വമയ്യുനാദിസ്മി അൽഫം ബിഖൽവതിഹി ഫൽയദഉ യാ അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 1000 വട്ടം അല്ലെങ്കിൽ 333 വട്ടം പല രൂപത്തിലായിട്ട് വിളിക്കും. ആ വിളി ഈ പറഞ്ഞ ദുആയല്ല, ഈ പറഞ്ഞ പ്രാർത്ഥനയല്ല, ഈ പറഞ്ഞ ആരാധനയല്ല. അല്ല അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തോടോ നീ ആണെന്ന് പറയുന്നത്? അല്ല എന്ന് നമ്മൾ പറയുമ്പോൾ പറയാം ആണ്. അതാ ഞാൻ പറഞ്ഞത്, പാവപ്പെട്ട ആടിനെ പേപ്പറ്റിയുടെ തോലനീപ്പിച്ചുകൊണ്ട് അടിച്ചു കൊല്ലുന്ന ഏർപ്പാട്, ഇത് സത്യദീനിനോട് നിരക്കുന്നതാണോ എന്റെ സഹോദരങ്ങളെ? അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയട്ടെ, റബ്ബിനോടുള്ള അപേക്ഷയാണ് ദുആ. കുതുബിയത്തിന്റെ സമാപനം എങ്ങനെയാണ്? യാ അല്ലാഹു യാ അല്ലാഹ് ഫർഹിനാ ബിന്നൂബാ യാ അല്ലാഹു യാ അല്ലാഹ് ഫർജ്നാ മിൻ വബാബിസ് സുൽത്താനി മുഹിയുദ്ദീൻ ഉൻസുർനാ യാ അല്ലാഹ് ഹജ്ജിൽനാ ബിൽ ഫത്ഹി യാ അല്ലാഹു യാ അല്ലാഹ്. അതാണ് ദുആ. പടച്ചോനെ വിളിച്ചുകൊണ്ടുള്ളതാണ് ദുആ. അപ്പൊ നിന്റെ പടച്ചോനാരാ? അള്ളയാണോ? അത് ദുആയാണ്. അല്ല, നിന്റെ പടച്ചോനാരാ? അത് ഏതെങ്കിലും ബിംബമാണോ? കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട് മൂർക്കൻ പാമ്പ് വരേക്കുള്ള 33 ദൈവങ്ങളെ റബ്ബുമാരാക്കിയവരല്ലേ മുശ്രിക്കീങ്ങൾ? അവരാ മുശ്രിക്കീങ്ങൾ. നിങ്ങളെ തൊള്ളയിൽ വരുന്ന, നിങ്ങളെ കോതക്ക് വരുന്ന, പാട്ടിൽ വരുന്ന മുഴുവൻ മുശ്രിക്കീങ്ങളാണ്. വിശുദ്ധ ഖുർആനിനെതിരല്ലേ ഇസ്തിഗാസയും തവസ്സുലും ശിർക്കാണ്, അതനുഷ്ഠിക്കുന്നവർ മുശ്രിക്കുകളാണെന്നുള്ള നിങ്ങളുടെ ഈ പാട്ടുണ്ടല്ലോ, അത് ഖുർആനിനെതിരാണ്. എന്തുകൊണ്ടാണ് ഖുർആനിനെതിരാന്ന് ഞാൻ പറയാൻ കാരണം, ഖുർആൻ എത്ര സ്ഥലത്താണ് മുശ്രിക്കുകൾ ആരാണെന്ന് വിശദീകരിച്ചിട്ടുള്ളത്.
നമുക്കൊക്കെ പരിചയമുള്ള സൂറത്ത് യാസീനില്ലേ, ഖൽബുൽ ഖുർആൻ സൂറത്ത് യാസീൻ. അതിന്റെ ഒടുവിൽ പറഞ്ഞില്ലേ, വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹതൻ ലഅല്ലഹും യുൻസറൂൻ. ഇലാഹുമാരെ റബ്ബിന് പുറമെ ഇലാഹുമാരെ സ്ഥാപിക്കുന്നവരാണ് മുശ്രിക്കീങ്ങൾ. അല്ലാതെ ഇസ്തിഗാസ ചെയ്യുന്നവർ മുശ്രിക്കീങ്ങളാണെന്ന് ഖുർആനിലുണ്ടോ? തവസ്സുൽ ചെയ്യുന്നവർ മുശ്രിക്കീങ്ങളാണെന്ന് ഖുർആനിലുണ്ടോ? എവിടുന്ന് കിട്ടി ഇവർക്ക് എന്ന് നിങ്ങൾ നോക്കൂ. സൂറത്തു സ്വാദിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഒരുപാട് പടച്ചോന്മാരല്ലേ നമുക്കുള്ളത്. ഈ മുഹമ്മദ് പറയുന്നു ഒറ്റ പടച്ചോനാണ് എന്ന്, ദൈവമൊന്നേ ഉള്ളൂ എന്ന് മുഹമ്മദ് പറയുന്നു. പക്ഷേ അത് ശരിയല്ല, അത് വളരെ ആശ്ചര്യകരമായ കാര്യമത്രേ. അനവധി നിരവധി ദൈവങ്ങളാണ് ഞങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞവരല്ലേ മുശ്രിക്കുകൾ? ദൈവങ്ങളാണ്, ബഹുദൈവ വിശ്വാസമാണ് ശിർക്ക്, ബഹുദൈവികതയിലുള്ള വിശ്വാസമാണ് ശിർക്ക്. ദിവ്യത്വം ആരോപിക്കുമ്പോഴാണ് ശിർക്ക് വരിക. ഇസ്തിഗാസ ചെയ്യുമ്പോൾ ശിർക്ക് വരുമോ? എന്നിട്ട് സഹോദരങ്ങളെ ഇബാദത്ത് സമർപ്പിക്കുമ്പോഴാണ് ശിർക്ക് വരിക. ഞാൻ നേരത്തെ പറഞ്ഞ കുത്തുബിയത്തിന്റെ തുടക്കത്തിൽ അള്ളാഹിനോട് ദുആർക്കുന്നു, കുത്തുബിയത്തിന്റെ ഇടയിൽ മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കുന്നു, കുത്തുബിയത്തിന്റെ ഒടുവിൽ അള്ളാഹിനോട് ദുആ ചെയ്യുന്നു. എന്താ അങ്ങനെ ചെയ്താല്? അങ്ങനെ ചെയ്യാ അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത വളരെ ബലപ്പെട്ട ഹദീസിൽ കാണാം. ബലപ്പെട്ട ഹദീസിൽ എന്താ ബലപ്പെട്ട ഹദീസ് എന്ന് പറയാൻ കാരണം? ഇവിടുത്തെ സകല മുജാഹിദുകളെയും അപ്പോസ്തലനായ സാക്ഷാൽ ഇബ്നു തൈമിയ അങ്ങനെ അത് ബലപ്പെട്ട ഹദീസാന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അത്തവസ്സുൽ വൽ വസീല എന്ന കിതാബിൽ വളരെ കൃത്യമായി പറയുന്നു, ഹാദാ ഹദീസുൻ സഹീഹുൻ ലാ ശക്ക ഫീഹി. ഈ ഹദീസ് സഹീഹായ ഹദീസാണ്, അതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്. ഏതാണ് ഹദീസ്? അന്ധനായ കണ്ണു കാണാത്ത സ്വഹാബി വര്യൻ പുണ്യ റസൂലിന്റെ സവിധത്തിൽ വന്നുകൊണ്ട് പറയുന്നു, നബിയേ. ഏതാണ് സ്വഹാബിന്റെ പേര്? പേരറിഞ്ഞോളുന്നില്ല. ഒരു ഹദീസിന്റെ മൂലവാചകത്തിൽ അതിന്റെ ടെക്സ്റ്റിൽ പറയപ്പെടുന്ന ആളുകളുടെ പേര് പറഞ്ഞുകൊള്ളണമെന്നില്ല. ഏതെങ്കിലും മുജാഹിദുകളുണ്ടായി മനസ്സിലാക്കിക്കോട്ടെ. നമ്മൾ പറയാൻ കാരണം എന്താ? കഴിഞ്ഞ ആഴ്ച പെരിന്തൽമണ്ണയിൽ ഒരു മുഖാമുഖം നടന്നു, മുജാഹിദ് വിഭാഗത്തിന്റെ ജിന്നു ബാധിച്ച ജിന്നലകിയ മുജാഹിദിന്. അപ്പൊ നമ്മുടെ ചില പ്രവർത്തകന്മാർ ചെന്ന് ചോദിച്ചു, അള്ളാന്റെ റസൂല് വഫാത്തിനു ശേഷം അവിടുത്തെ ഖബറിൽ ചെന്നിട്ട് ഇസ്തസ്കിലി ഉമ്മത്തിക യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ അവിടുത്തെ ഉമ്മത്തിന് വേണ്ടി മഴ ചോദിക്കണം നബിയേ എന്ന് റസൂലിനെ വിളിച്ചുകൊണ്ട് റസൂലിനോട് കാര്യങ്ങൾ പരാതിപ്പെട്ട സംഭവം ഇബ്നു അബീ ശൈബ തന്റെ മുസന്നഫിൽ ഉദ്ധരിച്ചത് വളരെ പ്രസക്തമാണ്, വളരെ പ്രബലമാണ്, വളരെ സഹീഹ എന്ന് ഇമാമുകൾ അഖിലവും ഒരുപോലെ രേഖപ്പെടുത്തിയപ്പോൾ അപ്പൊ ഇയാളെ മറുപടി എന്താ അറിയോ? ആ ചോദിച്ച ആളെ പേരതിൽ പറഞ്ഞിട്ടില്ലല്ലോ, പേര് പറയാത്തോണ്ട് ഞങ്ങൾ സ്വീകരിക്കൂല. എവിടുന്ന് കിട്ടിയടോ ഈ ന്യായം? പേര് പറയാത്തോണ്ട് സ്വീകരിക്കൂല എന്നാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മുൻകാലത്ത് 3 ആളുകൾ ഗുഹയിലകപ്പെട്ടപ്പോ ഒരു പാറക്കഷ്ണം വന്നുകൊണ്ട് ഗുഹാമുഖം അടച്ച കഥ നമുക്കെല്ലാവർക്കും അറിയില്ലേ? സഹീഹുൽ ബുഖാരിയിലുള്ള കഥയല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച കഥയല്ലേ? ആ കഥയിൽ എന്നിട്ട് എന്ത് ചെയ്തു? ആ ഗുഹാമുഖം അടച്ച ആ പാറക്കല്ലിനെ ആ ഗുഹയിൽ നിന്ന് ഒഴിവാക്കുവാൻ വേണ്ടി അവര് സർവ്വതാ പ്രയത്നിച്ചെങ്കിലും കല്ലളകിയില്ല. 3 ആളുകളും അവരുടെ ജീവിതത്തിന്റെ കഴിഞ്ഞുപോയ ഇന്നലകളിൽ ചെയ്തു വെച്ച ഏറ്റവും ഉദാത്തമായ അമലിനെ മുൻനിർത്തിക്കൊണ്ട് റബ്ബിനോടങ്ങ് ദുആ ചെയ്തപ്പോൾ എന്തു ചെയ്തു? ആ പാറക്കല്ലുകളുടെ ഇളകിയിട്ട് അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. അമലിനെ മുൻനിർത്തിക്കൊണ്ട് ദുആർക്കുക അത് സുന്നത്ത് ജമാഅത്തിന്റെ ആചാരമാണ്, അത് റസൂല് പഠിപ്പിക്കുന്ന ആചാരമാണ്. ഇവിടെ നമ്മൾ ദുആ ചെയ്തപ്പോൾ ആദ്യം ഫാത്തിഹ ഓതി, പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഓതി, പിന്നെ സൂറത്തുൽ മുഅവ്വിദതൈനി ഓതി, എന്നിട്ട് ദുആ ചെയ്തു. അത് തവസ്സുലിന്റെ ഇനമാണ്, അത് സുന്നത്തായ കർമ്മമാണ്, അത് പുണ്യനബി പഠിപ്പിച്ചു തന്ന ഹദീസുകളുടെ വെളിച്ചത്തിലൂടെ അമൽ ചെയ്തു പോരുന്ന കാര്യമാണ്. പക്ഷെ അത് ചെയ്താലും പറയും ഈ ചങ്ങൈമാര് ശിർക്കാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഗുഹാമുഖം അടച്ചുകൊണ്ട് രക്ഷപ്പെട്ട ഈ 3 ആളുകളുടെ പേര് ബുഖാരിയിലുണ്ടോ? മറ്റേതെങ്കിലും കിതാബിലുണ്ടോ? ഇല്ല. പേരറിയില്ല എന്ന് പറഞ്ഞാണ് തള്ളണമെന്ന
അങ്ങനെയാണെങ്കിൽ ബുഖാരി നിങ്ങൾക്ക് തള്ളേണ്ടി വരില്ലേ? അതുകൊണ്ടല്ലേ നിങ്ങളെ മടവൂരിയാണ്. മടവൂരികൾക്ക് ഇപ്പൊ പണി എന്താ വെച്ചാല് ഹദീസുകൾ മുഴുവൻ തല്ല. എത്രത്തോളം വെച്ചാൽ സഹീഹുൽ ബുഖാരിയിൽ കാണാം എന്താണ് അജ്വ കാരക്ക എന്ന് പറയുന്ന മദീനയിലെ മുൻകൈനം കാരക്കുണ്ട്. ആ കാരക്ക ഭക്ഷിക്കുന്നവർക്ക്, ആ കാരക്ക തിന്നുന്നവർക്ക്, അതിന്റെ വ്യവസ്ഥയോടുകൂടി കാരക്ക ഭക്ഷിക്കുന്നവർക്ക്, ആ ഈത്തപ്പഴം കഴിക്കുന്നവർക്ക് സിഹറിന്റെ ബാധ ഏൽക്കുകയില്ല, മറ്റു വിഷങ്ങൾ ഏൽക്കുകയില്ല. ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹുൽ ബുഖാരിയിലുണ്ട്. മടവൂരിയാൾ പറയുന്ന ഹദീസ് ശരിയല്ല. കാരണം എന്താ? ഒരാളിപ്പം എന്ത് ചെയ്തു? ഒരു കിലോ കുരുടീസാൻ തിന്നു. ആ കുരുടീസാൻ തിന്ന അവനെ പള്ള വീർക്കൂലേ? ഇവ അജുവാക്കാരൊക്കെ തിന്നോ കുരുടീസ് തിന്നാ പള്ള വീർക്കോ? ഈ അടുത്ത് ഞങ്ങളുടെ നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമില് ഈ ഉള്ളവരൊരു ക്ലാസ് നടത്തിയതിനു ശേഷം ഒരു മടവൂരി ആശയത്തോട് അനുഭാവം വെച്ചു പുലർത്തുന്ന ഒരു സഹോദരൻ ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്ന അജുവാക്കാരക്കന്റെ ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസ് അംഗീകരിക്കാൻ നിർവാഹമല്ല. അപ്പൊ എന്താ അതിന്റെ കാരണം പറഞ്ഞത്? അത് ഞാൻ അംഗീകരിക്കൂല. കാരണം എന്താ? ഞാൻ നാളെ എന്ത് ചെയ്യാം? രാത്രിയാണ് ഈ സംവാദം നടക്കുന്നത്. ഞാൻ നാളെ കുറച്ച് വിഷം കഴിക്കാം. വിഷം കഴിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് ഞാൻ അജുവാക്കാരൊക്കെ തിന്നു. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വിഷം കഴിക്കും. എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ധൈര്യപൂർവ്വം ഞാൻ ഏറ്റെടുത്തു. നാളെ നിങ്ങൾ എന്ത് ചെയ്യണം? നേരം വെളുത്തിട്ട് മദീനത്തെ മുന്തിയ തരം റസൂല് പറഞ്ഞ അജ്വാക്കാരക്ക അതിന്റെ നിയമപ്രകാരം, ഹദീസുകളിൽ പറഞ്ഞ നിയമപ്രകാരം നിങ്ങളാണ് കഴിക്കുക. എന്നിട്ട് നിങ്ങൾ വിഷം കഴിക്കുക. നിങ്ങളെ ശരീരത്തിന് ഒന്നും പറ്റൂല, ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. എന്താ നമുക്ക് പറഞ്ഞൂടെ? അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ ഈ രൂപത്തിൽ തള്ളിപ്പറയുക, ഇതാണല്ലോ മടവൂരികളുടെ സ്വഭാവം. എന്നതുപോലെ ഹദീസിന്റെ ടെക്സ്റ്റുകളിലുള്ള ആളുകളുടെ പേരുകൾ പറയാത്തതിന്റെ പേരിൽ ഹദീസ് തള്ളിക്കളയണമെന്ന് പറയുന്നവർ ധിക്കാരികളല്ലേ? അങ്ങനെ ഖുർആനിൽ എത്ര ആയത്ത് തള്ളേണ്ടി വരും? ഖുർആനില് എത്ര ആയത്തിൽ ആളെ പേര് പറയാത്തതുണ്ട്? അല്ലേ? وقال الذي عنده علم من الكتاب انا اتيك به قبل ان يرتد اليك طرفك. സുലൈമാൻ നബിയെ, അങ്ങേക്ക് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം അങ്ങയുടെ കണ്ണ് ഇമവെട്ടുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ എത്തിച്ചു തരാം എന്നൊരാൾ പറഞ്ഞു. ഇത്രയല്ലേ ഖുർആനിലുള്ളൂ? ആളെ പേര് പറയാത്തോണ്ട് ആയത്ത് തള്ളാൻ പറ്റുമോ? ഇനി മാത്രമല്ല, ഇസ്തസ്കിരി ഉമ്മത്തിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് മഴയ്ക്ക് വേണ്ടി അല്ലാഹുവോട് ഞങ്ങൾ മരിച്ചുപോയ റസൂലിനോടാ പറയുന്നത്. ഇസ്തസ്കിരി ഉമ്മത്തിക യാ റസൂലല്ലാഹ്, റസൂലേ മഴയ്ക്ക് വേണ്ടി ഞങ്ങളോട് ചോദിക്കണം നബിയേ. ആരാണിത് ചോദിച്ചത്? ഈ ചോദിച്ചയാൾ സഹാബികളിൽപ്പെട്ട ഒരു വലിയ സഹാബിയാണ് എന്ന് സൈഫ് എന്ന ഒരു ഫുതൂഹ് എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഫതുഹുൽ ബാരിയിൽ അല്ലാമ ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇവര് പറയും സൈഫിനെ അംഗീകരിക്കാൻ പറ്റും, സൈഫ് എന്ന് പറഞ്ഞ ആൾ അംഗീകരിക്കാൻ പറ്റില്ല. ഇവരുടെ പൊട്ടത്തരം. സഹോദരങ്ങളെ, സൈഫ് എന്ന് പറയുന്നത് പഠിച്ചു വെക്കണം. ഹദീസിന്റെ വിഷയത്തിൽ, ഹദീസിന്റെ ഉദ്ധരണികളിൽ അദ്ദേഹം ഒരുപക്ഷെ അംഗീകൃതനല്ലായിരിക്കാം. പക്ഷേ ഒരു സംഭവത്തിലുള്ള ചരിത്രപുരുഷന്റെ പേരെന്താണ്, അത് സഹാബിയാണോ താബിയാണോ അല്ലാത്തയാളാണോ എന്നുള്ള ചരിത്രപരമായ വിശദീകരണത്തിൽ അവലംബിക്കപ്പെടുന്ന ചരിത്ര പണ്ഡിതനാണ് സൈഫ് എന്ന മഹാൻ എന്ന് സർവ്വഗ്രന്ഥങ്ങളും രേഖപ്പെടുത്തിയിരിക്കെ മുജാഹിദുകൾ പറയും സൈഫിനെ ഞങ്ങൾ അംഗീകരിക്കൂല. ഇത് നിങ്ങൾ ആരെ അംഗീകരിക്കുക? അപ്പൊ ഞാൻ പറയട്ടെ എന്റെ സഹോദരങ്ങളെ, ഹദീസിനെ തള്ളിക്കളയുന്ന ആളുകൾ, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസ് സഹീഹാണെന്ന് നിങ്ങളുടെ ഇബ്നു തൈമിയ്യ തന്നെ തന്റെ അത്തവസ്സുൽ വൽ വസീലയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ ഹദീസ്? അന്ധനായ സഹാബി, സഹാബിന്റെ പേരൊന്നും അവിടെ ഹദീസിൽ പറഞ്ഞിട്ടില്ല, അത് കുഴപ്പമില്ല. അന്ധനായ സഹാബി റസൂലിന്റെ സവിധത്തിൽ വന്നുകൊണ്ട് പറയാണ്, നബിയേ
ഇത് വൈദ്യന്മാരുടെ ചികിത്സയിൽ പറഞ്ഞ ചികിത്സാ ഗ്രന്ഥത്തിലുള്ള മരുന്നെടുത്തു തരാൻ വേണ്ടി പറയല്ല. നിങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഭൗതികമായ കാര്യമല്ല ചോദിക്കുന്നത്, അഭൗതികമായ മെറ്റീരിയലോട് ടച്ചിങ് ഇല്ലാത്ത കാര്യമാണ് ചോദിക്കുന്നത്. തികച്ചും അഭൗതികമായ കാര്യം. എന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടാനുള്ള അവിടെ നിന്നുള്ള ദുആ ചെയ്യണം നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഞാൻ ദുആ ചെയ്യൂല. നിനക്ക് വേണമെങ്കിൽ അന്ധനായി ജീവിച്ച് മരിക്കുകയാണെങ്കിൽ അതാണ് നിനക്ക് ആഖിറത്തിൽ ഏറ്റവും ഉപകാരപ്പെടുക. പക്ഷേ ആ സ്വഹാബിയുടെ നിർബന്ധം വരികയാണ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തില്ലേ, ഈത്തിൽ നീ ജലാശയത്തിൽ ചെല്ലണം. ഫതവല്ല അഹ്സനൽ വുദൂഇ, ഏറ്റവും മികച്ച നിലക്കുള്ള വുദൂ ചെയ്യുക. എന്നിട്ട് വസല്ലി റകഅത്തൈനി, 2 റകഅത്ത് നിസ്കരിക്കുക. എന്നിട്ട് ആ സലാം വീട്ടിയിട്ട് അതേ ഇരുത്തത്തിലിരുന്നു കൊണ്ട് ഖിബിലക്ക് അഭിമുഖീകരിച്ചുകൊണ്ട് പടച്ച തമ്പുരാനോട് ദുആ ചെയ്യുക. പടച്ച തമ്പുരാനോട് ദുആ ചെയ്യുക. എന്താ ദുആ ചെയ്യേണ്ടത്? എന്റെ മുഅ്മിനീങ്ങളെ, അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മുസ്തഫ അഷ്റഫ് ഉസ്താദ് പറയും. ചോദ്യകർത്താവാ? അൽഹംദുലില്ലാഹ്. ആയിക്കോട്ടെ. ഒന്നുകൂടി. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം മാത്രം പറഞ്ഞിട്ട് നിർത്താനാണ്. അപ്പൊ ഫതവല്ല അഹ്സനൽ വുദൂഇ, വളരെ മികച്ച വുദൂഇനെ നിങ്ങൾ വുദൂ ചെയ്യണം. ഫതവല്ല അഹ്സനൽ വുദൂ. അങ്ങനെ ആ മനുഷ്യൻ വുദൂ ചെയ്തുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് നിസ്കാര ശേഷം സലാം വീട്ടിയ അതേ ഇരുത്തത്തിലിരുന്നു കൊണ്ട് ദുആ ചെയ്യുകയാണ്. എന്താ ദുആ ഇറക്കുന്നത്? ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നാം അടിവരയിട്ടുകൊണ്ട് വളരെ വ്യക്തമായി മനസ്സിലാക്കണം എന്താണ് ദുആ. അല്ലാഹുമ്മ ഇന്നി അതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ യാ മുഹമ്മദു യാ റസൂലല്ലാഹ് ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ലിയഖ്ദിയ ഹാജതി ഹാദിഹി അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയാ. എന്താണ് ദുആയുടെ വാക്യം? അല്ലാഹുവേ, ഞാനിതാ നിന്റെ പ്രവാചകനെ മുൻനിർത്തിക്കൊണ്ട്, മുന്നിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ അയാളെ മുന്നിൽ കൊണ്ടുപോയിട്ട് റസൂലുള്ളാഹിനെ പിടിച്ച് നിർത്തുക എന്നല്ല. മലയാളത്തിലുള്ളൊരു പ്രയോഗ. ഈ പ്രയോഗത്തിന്റെ അർത്ഥം മനസ്സിലാക്കൂല. നമ്മുടെ നാട്ടിലുള്ള മുജാഹിദുകൾക്ക് കാരണം മലയാളം അറിയില്ലല്ലോ. പ്രാർത്ഥന എന്ന മലയാളം എന്താണ് അതിന്റെ ഉദ്ദേശം കൂടി അറിയില്ല. മലയാളം അറിയാത്തവരും പിന്നെ പോട്ടെ എന്നിട്ട് പറയും വലിയ ഇന്റലിജന്റ് ആണ് അവരൊക്കെ വിചാരം. ഭയങ്കര ബുദ്ധിജീവികൾ, അപാര ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ ഈ മനസ്സിലാക്കുന്നതൊന്നുമല്ല ബുദ്ധി. ഈ ജി എന്ന് പറയുന്ന സാധനം ഏതാ? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആകാശഭൂമികളിൽ അല്ലാഹുവിന്റെ സൃഷ്ടി സംവിധാനത്തിൽ ചിന്തിക്കുന്നുകൊണ്ട് പടച്ച തമ്പുരാനിലേക്ക് മടങ്ങുന്നവരാണ്. അവരാണ് ബുദ്ധിജീവികൾ, അവരാണ് ഉലുൽ അൽബാബ് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ ഇവരെന്താ ചെയ്തത്? അല്ലാഹുവിന്റെ റസൂലിനെ മുന്നിൽ വെച്ചുകൊണ്ട് റബ്ബേ ഞാനിതാ നിന്നോട് ചോദിക്കുന്നു എന്ന് റബ്ബിനോട് വിളിച്ച അതേ നാവത അതേ സെക്കൻഡിലടുത്ത അക്ഷരം മൊഴിയുകയാണ്. എന്താ മൊഴിഞ്ഞത്? യാ മുഹമ്മദു യാ റസൂലല്ലാഹ്. മുഹമ്മദ് നബിന്റെ മുഖത്ത് നോക്കിയിട്ടല്ല പറയുന്നത്, അള്ളാഹിനോട് പറയുന്നതിന്റെ ഇടയിൽ പറയാണ് മുഹമ്മദ് നബിയെ റസൂലായവരെ ഇന്നി തവജ്ജഹതു ബിക ഇലാ റബ്ബി, ഞാൻ അങ്ങയെ കൊണ്ട് എന്റെ റബ്ബിലേക്ക് ഇതാ മുന്നിട്ടിരിക്കുന്നു. അള്ളാഹു എന്റെ ആവശ്യം വീട്ടിത്തരാൻ വേണ്ടി ലിയഖ്ദിയ ഹാജതി ഹാദി. അല്ലാഹുമ്മ, എന്നെയും അള്ളാഹുവിനെ വിളിക്കുകയാണ്. അപ്പൊ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ അള്ളാഹുവിനോട് അപേക്ഷിച്ച് അതിനിടയിൽ റസൂലിനെ വിളിച്ച് ഒടുവിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ആ ഒരു രീതി തന്നെയല്ലേ കുതുബിയത്തിലുള്ളത്. കുതുബിയത്ത് കുഫറാണെങ്കിൽ റസൂലുള്ളാഹി പഠിപ്പിച്ചതും കുഫറാവേണ്ടതല്ലേ? അപ്പൊ അതുകൊണ്ടാണ് എന്റെ സഹോദരങ്ങളെ അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയ. അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ ഷഫാഅത്ത്, എന്താ ഷഫാഅത്താണ് ദ്വാർന്നോളൊന്നുമില്ല. മുഹമ്മദ് നബിയുടെ ഒരു സബബിലൂടെ ലഭ്യമാകുന്ന എന്തു സഹായവും മുഹമ്മദ് നബിയുടെ ഷഫാഅത്താണ്.
ആ നിനക്ക് മുഹമ്മദ് നബി എന്റെ കാര്യത്തിൽ ഷഫീ ആക്കണേ എന്ന് പറയാൻ വേണ്ടി ആ റസൂല് കൽപ്പിക്കുകയും അന്ധനായ സഹാബി അപ്രകാരം ചെയ്യുകയും കാഴ്ച ശക്തി തിരിച്ചു കിട്ടുകയും ചെയ്ത സംഭവം ഇമാം തുർമുദി തന്റെ കിതാബിൽ അങ്ങനെ മറ്റനേകം കിതാബിൽ ഉദ്ധരിക്കുകയാണ്. ഇത് ജീവിതകാലത്തല്ലേ എന്ന് പറയും. അപ്പൊ പിന്നെ മരിച്ചുപോയാൽ ആ ശിർക്കുണ്ടാകുക? ജീവിച്ചിരിപ്പുള്ള ആളുകൾ വിളിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണോ? അപ്പൊ ഞാൻ ഒരു ഒറ്റ പോയിന്റ് പറഞ്ഞു നിർത്തട്ടെ. നമ്മുടെ കേരളത്തിലുള്ള മുജാഹിദുകളെ സംബന്ധിച്ച് നമ്മുടെ നിലപാടെന്താണ്? ജമാഅത്തുകാരെ സംബന്ധിച്ചുള്ള നമ്മുടെ നിലപാടെന്താണ്? ഖാദിയാനികളെ സംബന്ധിച്ചുള്ള നിലപാട് ഞാൻ പറഞ്ഞു. മുജാഹിദുകളെ സംബന്ധിച്ചുള്ള നിലപാട് അവർ പുത്തൻവാദികളാണ് എന്നാണ്. പുത്തൻവാദികൾ, ഇസ്ലാമിൽ പുത്തൻവാദികളുടെ ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ പറ്റൂലേ എന്നൊക്കെ ചർച്ച ഉണ്ട്. പുത്തൻവാദികളെ പിന്നാലെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ പറ്റൂലേ? പുത്തൻവാദികളെ സലാം ചൊല്ലിയാൽ മടക്കാൻ പറ്റുമോ പറ്റൂലേ? ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ ഉണ്ടല്ലോ. ഈ ഗണത്തിൽപ്പെട്ട പുത്തനാശയക്കാരാണ് മുജാഹിദുകൾ. അത് ജിന്നിളകിയ മുജാഹിദാരും വേണ്ടില്ല, ജിന്ന് നിഷേധികളായ മുജാഹിദുകളാരും വേണ്ടില്ല. രണ്ടിന്റെ ഇടയിൽ ഇങ്ങനെ ആ കാലം വരെ ഈ കാലം വരെ രണ്ട് തോണിയിൽ കാലിട്ട് നടക്കുന്ന ഔദ്യോഗിക വിഭാഗം മുജാഹിദുണ്ട്. ഇവിടുത്തെ മുജാഹിദ് ഏതാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലട്ടോ. ഏത് മുജാഹിദായാലും ഇവരൊക്കെ പുത്തൻവാദം, പുത്തനാശയം എന്നുള്ള ആ ഒരു മിനിമം പോയിന്റിൽ ഇവരെല്ലാം ഒന്നാണ്. അത് ജമാഅത്ത് ഇസ്ലാമിയും തബ്ലീഗുകാരൊക്കെ ആ വിഷയത്തിൽ ഒന്നാണ്. എന്തുകൊണ്ടാണൊന്ന്? ഇസ്ലാമിന്റെ വിശ്വാസ സംഹിതകളിൽ വ്യതിയാനം വരുമ്പോഴാണ് പുത്തനാശയം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകുക. എവിടെയാണ് മുജാഹിദുകൾക്ക് ഇസ്ലാമിന്റെ വിശ്വാസ സംഹിതയിൽ വ്യതിയാനം വന്നത്? ഇസ്ലാമിന്റെ വിശ്വാസ സംഹിത എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവാചകന്മാരും അർത്ഥസങ്കൽപ്പനമില്ലാത്ത വിധം പ്രബോധനം ചെയ്ത ഒന്നാമത്തെ വാക്യമുണ്ടല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, രണ്ടാമത്തെ വാക്യമുണ്ടല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ വിഷയത്തിലാണ് ഇവർക്ക് ഒന്നാമതായിട്ട് പുത്തനാശയം വന്നിട്ടുള്ളത്. പിന്നെ വേറൊരുപാട് കാര്യത്തിൽ പുത്തനാശയം വന്നിട്ടുള്ളത് അവിടെ ഇരിക്കട്ടെ. ഒന്നാമത്തെ വിഷയം തന്നെ തീർക്കാതെ പിന്നെ രണ്ടാമത്തേലേക്കും മൂന്നാമത്തേലേക്കും നമ്മൾ കടന്നു പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇതിനെ ക്രൂരമായി വ്യഭിചരിച്ചുകൊണ്ട് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി പാടുപെടുന്ന വിഭാഗമാണ് നമ്മുടെ നാട്ടിലുള്ള മുജാഹിദുകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് സകല പ്രവാചകന്മാരുടെയും ഏകവാക്യം. ആ വാക്യത്തെയാണ് ഇവർ തളർത്തിയിരിക്കുന്നത്, ആ വാക്യത്തെയാണ് ഇവർ തകർത്തിരിക്കുന്നത്, ആ വാക്യത്തെയാണ് ഇവർ ദുർവ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതാണ് ഇവരുടെ അടിപതറാനും ഇവരുടെ ആശയം പടക്കാനും ഇവരുടെ പുത്തനാശയക്കാരാവാനുമുള്ള കാരണം. പക്ഷേ നമുക്ക് പറയാനുള്ളത്, നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്, അല്ലാഹുവേ ഇത്തരം പുത്തൻവാദികളൊക്കെ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് സ്വർഗത്തിലേക്ക് സുന്നികളോടൊപ്പം അവരെയും ഒരുമിച്ച് കൂട്ടണേ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാതെ ഓലൊക്കെ നരകത്ത് പോയിട്ട് ഇങ്ങനെ വെണ്ണീറാവണം നമുക്ക് ആർക്കും ബൂതില്ല. അങ്ങനെ ബൂതിവെക്കണേൽ ഒരു അർത്ഥമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഖ്ബരീകളെ ഹഖായിട്ട് മനസ്സിലാക്കാനും അത് പിന്തുടരാനും ബാത്തിലിനെ ബാത്തിലായിട്ട് ഉൾക്കൊള്ളാനും അതിനെ നിരാകരിക്കുവാനുമുള്ള തൗഫീഖ് പടച്ച തമ്പുരാൻ നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട്, ചോദ്യകർത്താക്കളായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ സഹോദരങ്ങളാണ് എന്ന ഓർമ്മ പിന്നിലിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ആരും തന്നെ അവരെ ഒരു നിലക്കും തന്നെ അവമതിക്കാൻ പാടില്ല എന്ന ശക്തമായ നിർദ്ദേശം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.